لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തു നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് റൂമിന്റെ
41-ാം വചനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ, കരയിലും കടലിലും കുഴപ്പങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതു കാരണത്താൽ. ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കാൻ വേണ്ടിയത്രേ അത്. ലഅല്ലഹും യർജിഊൻ, അവർ ഒരു വേള മടങ്ങി വന്നേക്കാം. വളരെ ശ്രദ്ധേയമായ ഒരു ആയത്താണിത്. ഈ ദുനിയാവില് പല രൂപത്തിലുള്ള കുഴപ്പങ്ങൾ വെളിപ്പെട്ടു വരാനുള്ള കാരണം, പല രൂപത്തിലുള്ള പാപങ്ങൾ, അതിൽ പല രൂപത്തിലുള്ള വിപത്തുകൾ മനുഷ്യന്മാർ കാണുവാനും അനുഭവിക്കുവാനും അതിനിടവരുത്തുന്ന ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയം ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്ന പാപങ്ങൾ തന്നെയാണ്. ഏതെല്ലാം മേഖലകൾ എടുത്തു നോക്കിയാലും, ഏതെല്ലാം കാര്യങ്ങൾ എടുത്തു നോക്കിയാലും, ഏതെല്ലാം സംഭവങ്ങൾ എടുത്തു നോക്കിയാലും ആ വിപത്തുകളുടെയൊക്കെ പിന്നാമ്പുറത്തായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു വിഷയം, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ കുഴപ്പങ്ങൾ അവിടെയുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സമകാലികമായിട്ടൊരു വിഷയം പറയാം. കഴിഞ്ഞ ദിവസമാണ് വയനാട് തുരങ്കപാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ശക്തമായൊരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായത്. അശാസ്ത്രീയമായിക്കൊണ്ടുള്ള ചില പെരുമാറ്റ ചട്ടങ്ങൾ അവിടെ നടന്നതിന്റെ ഫലമായാണ് ആ മണ്ണ് അവിടെ നിന്ന് ഊർന്നു വന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ആ തുരങ്കം നിർമ്മിക്കുന്ന സമയത്ത് അവിടെ നിന്ന് മാറ്റിയ മുഴുവൻ മണ്ണും എന്ത് ചെയ്തു? അവിടെ നിന്ന് പുറത്തേക്കൊന്നും മാറ്റാതെ വലിയൊരു മല പോലെ അവരെ കൂട്ടിയിട്ടു. നമ്മുടെ കാലവർഷം ആ മഴ പെയ്തപ്പോൾ മണ്ണെല്ലാം കൂടി ഒലിച്ചു വന്ന് ആളുകൾ മരണപ്പെടുകയും പല ആളുകൾ ആശുപത്രിയിലാവുകയും ചെയ്ത, ഗുരുതരമായ അവസ്ഥയിൽ എത്തിപ്പെടുകയും ചെയ്ത വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ഈ രൂപത്തിൽ ആ മനുഷ്യന്മാർ കൃത്യമായി അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ അശാസ്ത്രീയമായിട്ടുള്ള അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് ആ രൂപത്തിലുള്ളൊരു മാറ്റം അവിടെ ഉണ്ടായി. ഏറ്റവും പ്രധാനമായ വിഷയം റബ്ബിന്റെ ഖദറാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ മനുഷ്യന്മാർ ആലോചിക്കാതെ, ഗൗരവം കൊടുക്കാതെ പ്രവർത്തിക്കുന്നതിന്റെ പരിണിത ഫലവും കൂടി അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെന്നുണ്ടെങ്കിലും ഏതെല്ലാം വിപത്തുകളും കുഴപ്പങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ടാകുന്നുണ്ടോ അതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് നമ്മുടെ കരങ്ങൾ ശുദ്ധമല്ലാത്തതിന്റെ ഒരു പരിണിത ഫലം കൂടി ഉണ്ട് എന്നുള്ളതാണ്. വലിയ സുഖസൗകര്യങ്ങളിൽ സ്വർഗത്തിൽ കഴിഞ്ഞിരുന്ന ആദം നബി അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും വലിയ അത്യാഡംബരമായിക്കൊണ്ട് പല രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ അവരിങ്ങനെ ആസ്വദിച്ചുകൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ അള്ളാഹ് അവിടെ ഒരു നിബന്ധന വെച്ചു, ആ കാണുന്ന വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്, അതിൽ നിന്നുള്ള ഫലം നിങ്ങൾ കഴിക്കരുത് എന്ന് റബ്ബ് പറഞ്ഞു. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാക്കിനെ ആദം നബി അലൈഹിസ്സലാം അവിടെ എന്ത് ചെയ്തു? പിശാചിന്റെ കുതന്ത്രം മുഖേന അവിടെ അനുസരണക്കേട് കാണിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് എല്ലാ വിധത്തിലുമുള്ള കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും പരീക്ഷണങ്ങളുമുള്ള ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീബിയെയും പുറത്താക്കിയെന്ന് പരിശുദ്ധ ഖുർആൻ ആ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിക്കുകയും വിസമ്മതിക്കുകയും അദ്ദേഹത്തെ മുഴുവൻ എല്ലാ രൂപത്തിലും ആക്രമിക്കുകയും ചെയ്ത ആ സമൂഹത്തെ പിടികൂടുന്നത് എങ്ങനെയാണ്? ആ വലിയ രൂപത്തിലുള്ള മലകൾ മൂടിപ്പോകുമാറ് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണമായിക്കൊണ്ട്, ശിക്ഷയായിക്കൊണ്ട് ആ മലവെള്ളപ്പാച്ചിൽ, മഴ തുടങ്ങി, വെള്ളം കയറി, വെള്ളപ്പൊക്കമുണ്ടായി, പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ ആ നാട് മുഴുവനും മുങ്ങി നശിക്കുകയാണ് ചെയ്തത്. നൂഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച വിശ്വാസികളും റബ്ബിന്റെ കൽപ്പന മുഖേന ആ കപ്പലിൽ കയറിയവരും എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഇതേ രൂപത്തിൽ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ആദ് സമുദായത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണമായി, ശിക്ഷയായിക്കൊണ്ട് ശക്തമായ ഒരു കാറ്റിനെയാണ് അയക്കുന്നത്. ഈന്തപ്പന മരങ്ങൾ കടപുഴകി വീഴുന്നത് പോലെ ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരും എന്ത് ചെയ്തു? അവിടെ വീണു മരിച്ചു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മളൊക്കെ കേട്ടു പരിചയമുള്ളൊരു വാക്കാണ് ഹൃദയം പൊട്ടിപ്പോവുക, ഹൃദയം പൊട്ടി മരിക്കുക എന്നുള്ളത്.
സമൂദ് സമുദായത്തിലേക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അതേ രൂപത്തിലുള്ള ശിക്ഷയാണ് അയച്ചത്. വലിയ രൂപത്തിലുള്ള ഘോര ശബ്ദം, വലിയൊരു ഇടി വെട്ടുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം കടന്ന് പിടയ്ക്കുന്ന, ചങ്ക് പിടയ്ക്കുന്ന ശബ്ദം, വൈബ്രേറ്റ് ആവുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ രൂപത്തിൽ ഘോരമായ ശബ്ദത്തെ സമൂദ് ഗോത്രത്തിലേക്ക്, സമുദായത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷയായി അയച്ചു. ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ഹൃദയം പൊട്ടിക്കൊണ്ട് ആ ജനങ്ങൾ മരണപ്പെട്ടു. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പല രൂപത്തിലുള്ള ശിക്ഷകളെ അയച്ചു. ചരൽ വർഷം, കല്ലുമഴ ആ സമുദായത്തിലേക്ക് പെയ്യിപ്പിച്ചു. ആ സമുദായത്തെ മുഴുവനും തലകീഴായി മറയ്ക്കുന്ന രൂപത്തിലേക്ക് റബ്ബിന്റെ ശിക്ഷ നാട്ടിൽ അനുഭവപ്പെട്ടു. എന്തു കാരണത്താൽ? ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അവർ ധിക്കരിച്ചു, റബ്ബിന്റെ കൽപ്പനകൾ അവർ അനുസരിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ശിക്ഷ അവിടെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രവാചകന്മാരുടെ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്കും ഇതേ രൂപത്തിലുള്ള പ്രകൃതിപരമായിട്ടുള്ള ദുനിയവിയായ പല രൂപത്തിലുള്ള ശിക്ഷകൾ കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ എന്ന രൂപത്തിൽ, പരീക്ഷണം എന്ന രൂപത്തിൽ പല കാലങ്ങളിലായി, പല സമയങ്ങളിലായി, പല രൂപത്തിലുള്ള മാറാരോഗങ്ങളിലൂടെ, പകർച്ചവ്യാധികളിലൂടെ, പ്രകൃതി ദുരന്തങ്ങളിലൂടെ, പ്രളയങ്ങളിലൂടെ, മണ്ണിടിച്ചിലുകളിലൂടെ, ഈ രൂപത്തിൽ പല രൂപത്തിൽ എന്ത് ചെയ്യുന്നു? റബ്ബിന്റെ അടുക്കൽ നിന്ന് പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങൾ ഭൂമിയിൽ അധികമായി കൊണ്ട് ഈ രൂപത്തിലുള്ള വിപത്തുകളായി മാറുന്നത് മനുഷ്യന്മാർ നേരായ രൂപത്തിലേക്ക് അവർ സഞ്ചരിക്കാത്തത് കൊണ്ട്, റബ്ബിന്റെ കൽപ്പനകളിൽ നിന്ന് ധിക്കരിച്ചുകൊണ്ട്, വിസമ്മതിച്ചുകൊണ്ട്, മറന്നു കളഞ്ഞുകൊണ്ട് അവർ മാറി ജീവിക്കുന്നത് കൊണ്ടാണ്. റബ്ബിനോടുള്ള അനുസരണക്കേട് ഈ ദുനിയാവിൽ അധികരിച്ചു വരുന്നത് കൊണ്ടാണ് എന്നുള്ളത് ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹി മുഖേന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ളഹറത്തിൽ മആസി ഫീ ഉമ്മത്തി അമ്മഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഇൻദി. അതായത് എന്റെ സമുദായത്തിൽ തിന്മകൾ വ്യാപകമായി കഴിഞ്ഞാൽ, ഈ ഉമ്മത്തില്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിൽ തിന്മകൾ വ്യാപകമായി കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ശിക്ഷ എന്ത് ചെയ്യും? അവരെ മുഴുവനും അല്ലാഹ് ബാധിപ്പിക്കും. ജനങ്ങൾ തിന്മയിലായി കഴിഞ്ഞാൽ അള്ളാന്റെ അടുക്കൽ നിന്നുള്ള ഒരു ശിക്ഷ അള്ളാഹ് സമുദായത്തിന്, ജനങ്ങൾക്ക്, ആ നാടിനെന്ത് ചെയ്യും? അള്ളാഹ് കൊടുക്കും. ഇത് പറഞ്ഞപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അമാ ഫീഹിം സ്വാലിഹൂൻ. ഈ ഒരു സമുദായത്തിലേക്ക് മുഴുവനായിക്കൊണ്ട് റബ്ബിന്റെ ശിക്ഷ ഇറങ്ങുമ്പോ ആ നാട്ടിലെ കുഴപ്പം പിടിച്ച ആളുകൾ പ്രവർത്തിച്ചത് കൊണ്ടാണല്ലോ ആ ശിക്ഷ പൊതുവായി ഇറങ്ങുന്നത്. ആ നാട്ടിൽ സ്വാഭാവികമായും സ്വാലിഹീങ്ങളായ നല്ലവരായ ആളുകൾ ഉണ്ടാകുമല്ലോ. ഈ ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ആ നാട്ടിൽ ആളുകളുണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? യുസീബുഹും മാ അസ്വാബൻ നാസ്. ആ ജനങ്ങൾക്ക്, നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനായും എന്താണോ ബാധിച്ചത് അത് തന്നെ അവരെ ബാധിക്കുകയും ചെയ്യും. അവരും ആ ശിക്ഷയുടെ ഭാഗമാകും. പക്ഷേ സുമ്മ യുസീറൂന ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വരിദ്വാൻ. ശേഷം അവരെന്ത് ചെയ്യും? റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അള്ളാന്റെ അടുക്കൽ നിന്നുള്ള തൃപ്തിയിലേക്കും റബ്ബിന്റെ പ്രതിഫലങ്ങളിലേക്കും ഈ മനുഷ്യന്മാര് മടങ്ങിച്ചെല്ലും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സമുദായത്തിൽ, ഒരു നാട്ടിൽ മുഴുവനായി ഒരു ശിക്ഷ ബാധിക്കുമ്പോൾ അവിടെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ മാത്രമായിട്ടല്ല, സെലക്റ്റീവായിട്ടല്ല ശിക്ഷ ഇറങ്ങുന്നത്. മറിച്ച് ആ നാടിനെ മുഴുവനോ, ആ സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക് മുഴുവനായിട്ടും റബ്ബിന്റെ ശിക്ഷ ഇറങ്ങും. ആ നാട്ടിലുള്ള സ്വാലിഹീങ്ങൾക്കും എന്ത് ചെയ്യും? ആ ശിക്ഷ ബാധിക്കും. നമ്മളൊക്കെ പലപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങളും വലിയ രൂപത്തിലുള്ള പൊതുവായിട്ടുള്ള വിപത്തുകളൊക്കെ ബാധിക്കുമ്പോൾ പല മനുഷ്യന്മാരും അറിയാതെ പോലും ചോദിച്ചു പോകുന്ന ചോദ്യമുണ്ടല്ലോ, ആ നാട്ടിലെ പിഞ്ചുമക്കൾ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർക്കിത് അനുഭവിക്കേണ്ടി വന്നത്? ആ മനുഷ്യന്മാർ എത്രയോ പാവങ്ങളായിരുന്നു, എത്രയോ നല്ലവരായിരുന്നു, അവർ എന്ത് കുറ്റം ചെയ്തിട്ടാ അവർക്കിത് അനുഭവിക്കേണ്ടി വന്നത്? ഇവരുടെ അവസ്ഥ എന്താണ്? ഈ അക്രമികളെ മാത്രം പിടിച്ചാൽ പോലായിരുന്നു, എന്തിനാണ് ഈ സാധുക്കളായ ആളുകളെയും ഇടങ്ങേറിലാക്കിയത് എന്നൊക്കെ അറിയാതെ പോലും വന്നു പോകുന്ന ചോദ്യമുണ്ടല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ശിക്ഷ ഇറങ്ങുമ്പോൾ പൊതുവായിട്ടാണ് ഇറങ്ങുന്നത്. ആ നാട്ടിലെ സ്വാലിഹീങ്ങളെയും നല്ലവരായ ആളുകളെയും പിഞ്ചു മക്കളെയും എല്ലാവരെയും എന്ത് ചെയ്യും? ഒന്നിച്ചാ ശിക്ഷ പിടികൂടും. പക്ഷേ ഈ ആളുകൾ ആ ശിക്ഷ പിടികൂടിക്കഴിഞ്ഞാൽ അതിൽ അവരുടെ മരണത്തിന് ശേഷം പിന്നീട് റബ്ബിന്റെ അടുക്കലുള്ള, റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്കായിരിക്കും ഈ ആളുകൾ വഴിമാറി പോകുന്നത്, അവർ എത്തപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ബുദ്ധിയുള്ള ആളുകൾക്ക്
ഈ രൂപത്തിൽ പൊതുവായി അനുഭവപ്പെടുന്ന വിപത്തുകളിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊള്ളാനുണ്ട്. ജനങ്ങൾ തിരിച്ചറിയണം, ജനങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ. അങ്ങനെ അവർക്ക് നമ്മുടെ ശിക്ഷ വന്നെത്തിയപ്പോൾ അല്ലാഹ് ചോദിക്കുകയാണ്, അവരെന്താണ് താഴ്മയുള്ളവരായി മാറാതിരിക്കുന്നത്? അവരെന്താണ് വിനയം കാണിക്കാത്തത്? അവരെന്താണ് താഴ്മ കാണിക്കാത്തത്? വലാകിൻ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയാണ് ഉണ്ടായത്. എത്രയോ പരീക്ഷണങ്ങൾ അവരുടെ കൺമുമ്പിൽ കാണുമാർ, അനുഭവപ്പെടുമാർ, അവരെ കിടുകിടാ വിറപ്പിക്കപ്പെടുമാർ, പല രൂപത്തിലുള്ള പ്രയാസങ്ങളും വിപത്തുകളും അവരുടെ കൺമുമ്പിൽ അനുഭവപ്പെട്ടിട്ടും ഈ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല? താഴ്മ കാണിക്കുന്നില്ല, വിനയം കാണിക്കുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയാണ് ചെയ്യുന്നത്. വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ. അവർ ചെയ്യുന്ന ഈ അതിക്രമങ്ങളുണ്ടല്ലോ, തിന്മകളുണ്ടല്ലോ, പ്രവർത്തനങ്ങളുണ്ടല്ലോ, പിശാച് അത് മുഴുവനും അവർക്ക് അലങ്കാരമായി ഭംഗിയായി ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ചില മനുഷ്യന്മാർ ചെയ്യുന്ന തിന്മകൾ അവർ രഹസ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. അവർക്ക് ആ രഹസ്യമായ തിന്മകളിൽ നിന്ന് വഴിമാറി നേരിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കാനുള്ളൊരു മാർഗമായി, തിരിച്ചറിവിനുള്ളൊരു കാരണമായിട്ടാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത്? ഈ രൂപത്തിലുള്ള വിപത്തുകൾ ബാധിപ്പിക്കുന്നത് വഴി മനസ്സിലാക്കാനുള്ള കാരണമായിട്ട് അള്ളാഹ് സംഭവിപ്പിക്കുന്നു. പക്ഷെ മനുഷ്യന്മാർ പാഠം ഉൾക്കൊള്ളുന്നില്ല. അവർ ചെയ്യുന്ന തിന്മകൾ പിശാച് അവർക്ക് അലങ്കാരമായി തോന്നിപ്പിക്കുകയും ആ തിന്മകളിൽ മുഴുകിക്കൊണ്ട് ആ മനുഷ്യന്മാർ മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യും. എത്ര പറഞ്ഞാലും കേട്ടാലും കൊണ്ടാലും പഠിക്കാത്ത വർഗമായിക്കൊണ്ട് പല മനുഷ്യന്മാരും മാറിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതായ തിന്മകളിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് അള്ളാഹ് ഈ രൂപത്തിലുള്ള നമ്മുടെ കൺമുമ്പിലേക്ക് ഓരോ കാരണങ്ങളും ഇട്ടുതരുന്നത്. അതിൽ നിന്ന് പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉത്ബോധനങ്ങളെ മറന്നു കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരായി നമ്മൾ മാറിപ്പോകാതിരിക്കാൻ അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് സ്വാഭാവികമായും നമ്മുടെ കൺമുമ്പിലേക്ക്, നമ്മുടെ കാതുകളിലേക്ക് ഉത്ബോധനങ്ങൾ എത്തുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന്മാർ ആ ഉത്ബോധനങ്ങളെ സ്വീകരിക്കുന്ന രീതി? നമുക്ക് ആർക്കും ഉപദേശം ഇഷ്ടമല്ല. നമ്മളെ ഉപദേശിക്കുന്ന ആളുകളെ വളരെ വൈകാരികമായി നേരിടുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ഒരാൾക്കും ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. അവന്റെ ഭാഗത്തുള്ള നന്മയായ കാര്യങ്ങൾ പോലും നസീഹത്തോടു കൂടി ഉണർത്തിക്കൊടുത്താൽ പോലും അത് മനുഷ്യന്മാർക്ക് കേൾക്കാനോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ തയ്യാറല്ല. ഇയാളാരെ ഇപ്പൊ ഇത് എന്നോട് പറയാമെന്ന് ചോദിക്കും നമ്മൾ തിരിച്ച്, അല്ലേ? മാതാപിതാക്കൾ മക്കളോട് ഉപദേശിക്കുന്നത്, അധ്യാപകർ ഉപദേശിക്കുന്നത്, നമ്മുടെ മുതിർന്നവർ താഴ്ന്നവരെ ഉപദേശിക്കുന്നത്, ഒരാൾക്കും ഉപദേശം കേൾക്കാനോ അനുഭവിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അള്ളാഹ് പറയുന്നുണ്ട്, മനുഷ്യന്മാർ ഉത്ബോധനങ്ങളെ സ്വീകരിക്കുന്നത്, മനുഷ്യന്മാർക്ക് ഉത്ബോധനങ്ങളോടുള്ള സമീപനങ്ങൾ ചില രൂപങ്ങളിലാണ്. അതിൽ ഒന്ന്, കേൾക്കാൻ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ മനുഷ്യന്മാര് മനസ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ, അള്ളാന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ അതിന് ചെവിക്കൊടുക്കാതെ മാറിപ്പോകുന്നവരായ ആളുകൾ, എനിക്കിത് കേൾക്കണ്ട, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നത്, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് ചിന്തിക്കുന്നത്, ഞാൻ എന്തിനാണ് ഇതിപ്പോൾ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ എനിക്കറിയാവുന്ന, ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ എന്നൊക്കെയുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യും? ഈ ഉത്ബോധനങ്ങൾ കേൾക്കാൻ മനുഷ്യന്മാർ മനസ്സ് കൊടുക്കുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയിലേക്ക് വന്നുകൊണ്ട് ആ ജനങ്ങളെ 950 വർഷക്കാലമാണ് അവർക്കിടയിൽ ദഅവത്ത് നടത്തിയത്. അങ്ങനെ റബ്ബിന്റെ അടുക്കൽ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഖാല റബ്ബി ഇന്നി ദഅവതു ഖൗമി ലൈലൻ വനഹാറ. എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, തീർച്ചയായും ഞാൻ എന്റെ ജനതയെ രാവും പകലുമായി കൊണ്ട് ധാരാളം എന്ത് ചെയ്തിട്ടുണ്ട്? എന്റെ ജനങ്ങളെ ദഅവത്തിലേക്ക്, നേരായ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തിയിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. എന്നിട്ട് എന്റെ വിളി അവർ കേൾക്കാതെ അവരുടെ ഭാഗത്തേക്ക് ഓടിപ്പോവുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് ആ വിളികൾക്കൊന്നും അവർ ഉത്തരം നൽകിയിട്ടില്ല. അവർ അവരുടെ ആസ്വാദനങ്ങൾക്ക് പിന്നാലെ അവരിങ്ങനെ ഓടിപ്പോവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചപ്പോഴൊക്കെ, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി ഈ ജനങ്ങളെ ഞാൻ ക്ഷണിക്കുന്ന സമയത്തൊക്കെ, ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം,
എനിക്കിതൊന്നും കേൾക്കണ്ട എന്നുള്ള മട്ടിൽ അവരവരുടെ വിരലുകൾ എന്ത് ചെയ്തു, ചെവികളിലേക്ക് ഇങ്ങനെ കടത്തി ചെവി പൊത്തിവെച്ചു. എന്നിട്ടോ അവരുടെ വസ്ത്രങ്ങൾ അവരിങ്ങനെ അവരുടെ തലക്ക് മീതെ പുതച്ചു. അതായത് ഉടുമുണ്ടൂരി പുതയ്ക്കുക എന്ന് പറഞ്ഞ മുണ്ടൂരി പുതച്ചുകൊണ്ട് ഓടിപ്പോവുക എന്ന് പറയുന്ന രൂപം, ആ രൂപത്തിൽ അവരുടെ വസ്ത്രങ്ങൾ അവർ മൂടിപ്പുതയ്ക്കുകയും ചെയ്തു. അവർ ഷടിച്ചു നിൽക്കുകയും കടുത്ത അഹങ്കാരം നടിക്കുകയുമാണ് ചെയ്തത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെക്കുറിച്ച് നൂഹ് നബി അലൈഹി ഇസ്ലാം ദഅവത്ത് നടത്തിയപ്പോൾ സ്വീകരിക്കാതെ ചെവിക്കുള്ളിൽ വിരലിട്ടുകൊണ്ട് എനിക്കിതൊന്നും കേൾക്കണ്ട എന്നുള്ള മട്ടിൽ അഹങ്കരിച്ചുകൊണ്ട് മാറിപ്പോയ ആളുകളെ കുറിച്ച് നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് പറഞ്ഞപ്പോൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരിക, ഈ രൂപത്തിലുള്ള മനുഷ്യന്മാരാണോ ഞാനും നിങ്ങളും എന്നെന്ത് ചെയ്യണം, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആയത്തുകൾ കേൾക്കുമ്പോൾ, ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ കേൾക്കുന്നത്, എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താനാ, ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണെന്നുള്ള മട്ടിലല്ല നമ്മൾ നിൽക്കേണ്ടത്. എത്ര അറിയാവുന്നതാണെന്നുണ്ടെങ്കിലും ഉത്ബോധനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. അത് ഇസ്ലാമിന്റെ മര്യാദയാണ്. നീ ജനങ്ങളെ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക, ജനങ്ങളോട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ചില ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനം. അതുകൊണ്ട് നമ്മൾ ഖുർആനിന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് കേൾക്കാതെ വഴിമാറി പോകരുത്. രണ്ടാമതായി ചില ആളുകൾ ഈ ഉത്ബോധനങ്ങളെ സ്വീകരിക്കുന്നത് കളിയാക്കിക്കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ല ഇസ്തമഊഹു വഹും യൽഅബൂൻ. അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് പുതുതായി ഏതൊരു ഉത്ബോധനം അവർക്ക് ലഭിച്ചാലും വന്നെത്തിയാലും കളിയാക്കിക്കൊണ്ട് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അത് കേൾക്കുകയുള്ളൂ. അയ്യേ, ഇതിപ്പോ ഞങ്ങൾക്ക് അറിയാത്തത്, ഇത് വേണോ, നീ വേണോ ഇത് പുതിയതായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ എന്നൊക്കെയുള്ള രൂപത്തിൽ പരിഹസിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഹൃദയങ്ങൾ അശ്രദ്ധമായി കൊണ്ടായിരിക്കും ഈ മനുഷ്യന്മാരതിനെ കേൾക്കുന്നത്. കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളയും. ഇവനിപ്പോ വലിയ മുത്തഖി വന്നേക്കണു എന്നെ ഉപദേശിക്കാൻ, ഇവനാരിപ്പത് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യും, അതിനെങ്ങനെ നമ്മൾ പരിഹസിച്ച് മാറ്റും. ചില ആളുകൾ ഈ ഉത്ബോധനങ്ങളെ സ്വീകരിക്കുന്നത് കേട്ടിട്ടും എന്ത് ചെയ്യും, ഈ മനുഷ്യന്മാർ അതിൽ നിന്ന് തിരിഞ്ഞു കളയും. അല്ലാഹു പറയുകയാണ്, വമൻ അസ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ. തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ഉത്ബോധനം നൽകപ്പെട്ടിട്ട് അവയിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന മനുഷ്യന്മാരെക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അങ്ങനെയുള്ള അക്രമികൾക്ക് വലിയ ശിക്ഷയാണ് ആ ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ചില ആളുകളുണ്ട്, എത്ര കേൾക്കും, ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കും, ഒരുപാട് ഉത്ബോധനങ്ങൾ, നസീഹത്തുകൾ കേൾക്കും, പക്ഷെ മനഃപൂർവ്വം അതിനെ മറന്നു കളയുന്നവരായ ആളുകൾ, വിസ്മരിക്കുന്നവരായ ആളുകൾ. ഇങ്ങനെ വിസ്മരിക്കുന്നവരായ ആളുകൾ നശിച്ചൊരു ജനതയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ 4 രൂപത്തിലാണ് മനുഷ്യന്മാർ ഉത്ബോധനങ്ങളെ സ്വീകരിക്കുന്നത്. ഇതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് ഞാനും നിങ്ങളും പെട്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിച്ച് നോക്കണം. ചിലപ്പോൾ ഉപദേശിക്കാനൊക്കെ നല്ല മിടുക്കായിരിക്കും, സ്വയം ജീവിതം എടുത്തു നോക്കിയാൽ അവന്റെ ജീവിതത്തിൽ പാടെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവരായ ആളുകൾ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സഫിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്തൊരു കാര്യം എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത്? ഒരാൾ ഉപദേശിക്കുന്ന സമയത്ത് സ്വയം നഫ്സിനോട് നമ്മൾ ചോദിച്ചു നോക്കണം, ഈ ഉപദേശിക്കുന്ന കാര്യം, ഈ പറയുന്ന വിഷയം എന്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്നവനാണോ? മക്കളോടൊക്കെ നമസ്കരിക്കാൻ പറയുമ്പോൾ വാപ്പ 5 നേരം ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവനാണോ? കൃത്യമായി നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയുള്ളവനാണോ എന്ന് സ്വയം നഫ്സിനോട് ചോദിക്കാം. ജീവിതത്തിൽ പ്രാവർത്തികമായി പ്രവർത്തിക്കുന്നവന് മാത്രമേ മറ്റൊരാൾ ആ വിഷയം ഉപദേശിക്കാനുള്ള അധികാരമുള്ളൂ. കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നീ ചെയ്യാത്തൊരു കാര്യം മറ്റുള്ളവരോട് ഉപദേശിക്കുക എന്ന് പറയുന്നതുണ്ടല്ലോ, അത് അള്ളാന്റെ അടുക്കൽ വലിയ ക്രോധമുണ്ടാക്കുന്ന, അള്ളാന്റെ അടുക്കൽ വലിയ ദേഷ്യമുണ്ടാക്കുന്ന ഒരു വിഷയമാണെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, കേൾക്കുന്ന ഉപദേശങ്ങൾ റബ്ബിൽ നിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കേട്ട് മനസ്സിലാക്കുകയും ചെയ്യണം. ഉത്ബോധനങ്ങൾ മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുന്നത് പ്രധാനമായും 2 ഗുണങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ്. ഒരു ഉത്ബോധനം കേൾക്കുമ്പോൾ, നസീഹത്ത് കേൾക്കുമ്പോൾ, ഒരു ഉപദേശം കേൾക്കുമ്പോൾ ആ ഉപദേശം അവനക്ക് സ്വീകരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ 2 ഗുണങ്ങൾ അവനിൽ വേണം. ഈ 2 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കി. അതുണ്ടെങ്കിൽ മാത്രമാണ് നസീഹത്തുകൾ, ഉത്ബോധനങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, അവന് ഹൃദയമുണ്ടാകണം. ഇത് പറയുമ്പോൾ ചോദിക്കുക, എനിക്കെന്ത് ഹൃദയമില്ലേ? മനുഷ്യന്മാരെ നമുക്കൊക്കെ ഹൃദയമുണ്ട്.
എങ്ങനെയുള്ള ഹൃദയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നറിയോ? ചിന്തിക്കുന്നൊരു ഹൃദയം ഉണ്ടാകണം. അങ്ങനെ ചിന്തിക്കുന്ന ഹൃദയമുള്ളവർക്ക് മാത്രമാണ് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ആ സമുദായങ്ങൾക്ക് റബ്ബിൽ നിന്നുണ്ടായ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോ ഇതൊക്കെ എങ്ങനെ നടക്കുക എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അത് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയണം എന്നുണ്ടെങ്കിൽ വിശാലമായ ഹൃദയം നമുക്ക് വേണം. രണ്ടാമതായി പറഞ്ഞു, അതുപോലെ തന്നെ അങ്ങനെ ആ വിശാലമായ ഹൃദയമുള്ള ആളുകൾക്കാണ് ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. വെറും ഒരു ഹൃദയമല്ല, ഒരു മാംസപിണ്ഡം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലാ ഇന്ന ഫിൽ ജസദി മുളഅ, തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ എന്തുണ്ട്? ഒരു മുളഅത്തുണ്ട്, ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം നന്നായാൽ അത് ശരീരം മുഴുവനും നന്നായി. അതെങ്ങാലും ബെടക്കായി കഴിഞ്ഞാൽ അവൻ മുഴുവനും ബെടക്കായി പോകും. ഏതാണ്? വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹൃദയം നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വെറുതൊരു ഹൃദയമായി, ഒരു മാംസപിണ്ഡമായിട്ട്, ഒരു അവയവമായി, ആന്തരിക അവയവമായി ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ല. അതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് ഹൃദയവിശാലതയുള്ളവരാകണം, ചിന്തിക്കുന്നവനാകണം. അത് ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള ഹൃദയമുള്ളവനായിരിക്കണം. രണ്ടാമതായി പറഞ്ഞു, അത് ശ്രദ്ധിച്ചു കേൾക്കുന്നവനാകണം. അഥവാ കൃത്യമായ ഒരു കാര്യം കേൾക്കുമ്പോൾ മനസാന്നിധ്യത്തോട് കൂടി കേട്ടിട്ട് അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ്, അതനുസരിക്കാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ ആവശ്യക്കാരനാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഒന്ന് വിശാലമായ ഹൃദയം, രണ്ട് കേൾക്കാനുള്ള സന്മനസ്. അതാണ് ചുരുക്കി പറഞ്ഞാൽ. ഖുതുബയ്ക്ക് വരുമ്പോൾ നമ്മൾ ചാരിയിരുന്ന് ഉറങ്ങാതെയും അതല്ലെങ്കിൽ മറ്റുള്ള ചിന്തകളിലേക്ക് പോകാതെയും നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ അതോടുകൂടി മനസ്സ് വേറെ വല്ല ചിന്തയിലേക്കും റൂട്ടിലേക്കും പോകുന്ന അവസ്ഥയിലേക്കല്ല, ഏകീകൃതമായി മനസ്സിനെ അവിടെ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം. ആ രൂപത്തിൽ ഹൃദയവിശാലതയോട് കൂടിയും ഇത് കേൾക്കാനുള്ള സന്മനസ്സും നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമാണ് നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കൃത്യമായ ഉപദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ആ ഉപദേശങ്ങളിൽ നിന്ന് പാഠങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ആ പാഠങ്ങളിൽ നിന്ന് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ ചുറ്റുപാടുമായി നടക്കുന്ന, സമൂഹത്തിൽ നടക്കുന്ന, നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ പരീക്ഷണങ്ങളോ വിപത്തുകളോ ഒക്കെ സംഭവിക്കുമ്പോൾ അത് നമുക്കുള്ള പാഠമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ കൂടുതൽ പരിശുദ്ധിപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് മാത്രം അറിയാവുന്ന, നമുക്കും നമ്മുടെ റബ്ബിനും മാത്രം അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. രഹസ്യമായ തിന്മകൾ പലപ്പോഴും സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യന്മാരാണ്, പരിശുദ്ധിയുള്ളവരല്ല. മനുഷ്യന്മാർ കുല്ലു ബനി ആദം ഖത്താഉൻ, എല്ലാ ആദമിന്റെ സന്തതികളും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ, ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് പറയുന്നത് ഞാൻ ചെയ്തു പോയത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവനാണ് ഉത്തമരായ ആളുകൾ. അതുകൊണ്ട് ഈ പ്രകൃതിയിൽ നടക്കുന്ന റബ്ബിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്കുള്ള ഒരു പാഠമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരിക. ഏറ്റവും നല്ല സൂക്ഷ്മതയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അല്ലാഹു കാര്യങ്ങളെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് വൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ ഒരു ചെറുപാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്ത് വീഴും. വീണ്ടും ചെയ്യുമ്പോൾ ആ കറുത്ത കുത്ത് രണ്ടാമതൊന്നുകൂടി വീഴും. അങ്ങനെ ചെറിയ ചെറിയ തിന്മകൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈ കറുത്ത കുത്തുകൾ വീണ് 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 അതെന്ത് ചെയ്യും? മുഴുവനുമായിട്ട് എന്ത് ചെയ്യും? ആ ഹൃദയം കറുത്ത് ഇരുണ്ടു പോകും. പക്ഷെ അവൻ ആ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ആ ഹൃദയം മുഴുവനും എന്തുണ്ടാവും? വെടിപ്പുള്ളതായി മാറും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ആ ഹൃദയം വെടിപ്പുള്ളതായി മാറിയതിനു ശേഷം അവൻ വീണ്ടും തിന്മയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ തന്നെ കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വീണുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.
നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാം, ഇയ്യാക്കും വമുഹഖിറാത്തിദ് ദുനൂബ്, നിങ്ങൾ തീർച്ചയായും ചെറുപാപങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഫഇന്നഹുന്ന യജ്തമിഉന അല റജുലി ഹത്താ യുഹ്ലിക്നഹു. ആ ചെറുപാപങ്ങൾ ആദ്യം നമ്മൾ വിചാരിക്കും ഇതൊറ്റ തെറ്റല്ലേ, ഒരു തിന്മയല്ലേ ഉള്ളൂ, ഒരു ചെറിയൊരു പാപമല്ലേ ഉള്ളൂ എന്ന് മനുഷ്യന്റെ മനസ്സിൽ തോന്നും. ഈ ചെറിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത, അശ്രദ്ധമായോ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഈ ചെറുപാപങ്ങളെ മുഴുവനും എങ്ങാലും ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് യുഹ്ലിക്നഹു, അത് അവനെ നശിപ്പിച്ചു കളയും, തകർത്ത് കളയും എന്നതാണ്. ഇപ്പൊ നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞു. ഒരാള് ഒരു മലഞ്ചെരുവിലേക്ക്, താഴ്വരയിലേക്ക് പോയി ഒരു ചെറിയൊരു കഷ്ണം വിറകിന്റെ കൊള്ളി ശേഖരിച്ചു കൊണ്ടുവന്നു. അത് നോക്കുമ്പോൾ ഒറ്റ കൊള്ളിയേ ഉള്ളൂ. രണ്ടാമതൊരു വിറകിൻ കഷ്ണം ശേഖരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ പല പ്രാവശ്യം ഒരുപാട് തവണ പോയി ഒരുപാട് വിറകിൻ കൊള്ളികൾ ഓരോന്നോരോന്നായി ശേഖരിച്ചു വന്നപ്പോൾ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവനക്ക് വലിയൊരു ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമുള്ള വിറകിൻ കൂട്ടമായി അത് മാറി എന്നതാണ്. ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ചെറിയ തിന്മകൾ നമ്മൾ നിസ്സാരമായി കാണും, പക്ഷെ അത് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ റബ്ബിന്റെ അടുക്കൽ തകർത്ത് കളയാൻ മാത്രമുള്ള വലിയ പാപമായിട്ടത് മാറും. അതുകൊണ്ട് ചെറു തിന്മകളെ വരെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പറയുന്ന വാക്കുകൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്ന തൊട്ടലായാലും പിച്ചലായാലും മാന്തലായാലും ഇത്ര പോലെ നിസ്സാരമായ കാര്യങ്ങളെപ്പോലും നമ്മൾ എന്ത് ചെയ്യണം? വലിയ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ പരിശുദ്ധമായ രൂപത്തിൽ മുന്നോട്ട് നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഈ വരുന്ന ഞായറാഴ്ച മറ്റന്നാൾ ഉച്ചയ്ക്ക് 1 മണിക്ക് കാക്കനാട് പ്രിയദർശിനി ഹാളിൽ വെച്ചുകൊണ്ട് MSM സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാനുമൊക്കെ ആയിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ലഹരിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കൾ, ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന മക്കളെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള ഹോസ്റ്റലിലുള്ള വീടുകളിലൊന്നും പോകാത്ത ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച മറ്റന്നാൾ ഉച്ചയ്ക്ക് 1 മണിക്ക് കാക്കനാട് പ്രദർശനി ഹാളിലേക്ക് നിങ്ങൾ എത്തണം. വൈകുന്നേരം 6 മണി വരെ അവിടെ പ്രോഗ്രാം ഉണ്ടാകും. ഈ ലഹരിക്കെതിരെയുള്ള ഉത്ബോധനങ്ങളും നമ്മുടെ മക്കളെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ ആ പ്രോഗ്രാമിൽ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാനും കൃത്യമായി ജീവിതത്തെ യഥാവിധി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അസുഖങ്ങൾ പൂർണ്ണമായ സൗഖ്യത്തിലും സമാധാനത്തിലും ആരോഗ്യത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ സ്ട്രോക്ക് വന്ന വലിയ പ്രയാസത്തിൽ കഴിയുന്ന ഒരു സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും വേഗം പൂർണ്ണമായ എളുപ്പവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കൂടെയുള്ള ആളുകൾ അള്ളാഹു അവർക്ക് ക്ഷമയും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാരകമായ അസുഖങ്ങൾ കൊണ്ട്, പ്രയാസകരമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായ ആളുകൾക്ക് അള്ളാഹു എത്രയും വേഗം പൂർണ്ണമായ എളുപ്പവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കുകളിലും വീടുകളിലുമായി കിടന്ന കിടപ്പിൽ കിടക്കേണ്ടി വരുന്ന പ്രയാസമുള്ള അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ടെൻഷനുകളിൽ നിന്നും അള്ളാഹു പൂർണ്ണമായ ആശ്വാസവും സംരക്ഷണവും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രയാസപ്പെടുന്ന പിഞ്ചുമക്കൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന
والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.